ഇന്ന് നമുക്ക് ചെന്നൈ സ്റ്റൈൽ ചിക്കൻ ബിരിയാണി പ്രഷർ കുക്കറിനകത്ത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് ആദ്യം തന്നെ ബാസ്മതി അരി ഒന്ന് അരമണിക്കൂർ കുതിർത്ത് വയ്ക്കാം, നന്നായിട്ട് കഴുകിയിട്ട്. പിന്നെ ഒരു കുക്കറിനകത്ത് എണ്ണ, നെയ്യ്, പട്ട, ഗ്രാമ്പ്, ഏലക്ക, ബിരിയാണി ലീഫ്, സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള, രണ്ടാക്കിരിയ പച്ചമുളക് 2 എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ബ്രൗണായി വരുന്ന സമയത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതിൻ്റെ പച്ച സ്മെല്ല് പോകണം. ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയില, പുതിനയില, തക്കാളി, ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് തക്കാളി ഒന്ന് ഉടയുന്നവരെ വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് ഇതിനകത്ത് മഞ്ഞൾപ്പൊടിയും കാശ്മീരി മുളക് പൊടിയും, ആകെ 2 പൗഡർ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ ഇതിനകത്ത് 1 ടേബിൾ സ്പൂൺ തൈര് ഇടുന്നുണ്ട്. തൈര് ഇട്ടതിന് ശേഷം നമുക്കതിനകത്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 2 മിനിറ്റ്സ് നമുക്കൊന്ന് കുക്ക് ചെയ്യാം ചിക്കന്. ഇത് കുക്കായതിനു ശേഷം നമുക്കിതിനകത്ത് നാരങ്ങ നീരും ഗരം മസാലയും, ഗരം മസാല ഓപ്ഷണലാണ്. എല്ലാം നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം ഇവിടെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1 കപ്പ് ബാസ്മതി അരിക്ക് ഞാൻ 1.5 കപ്പ് വെള്ളമാണ് ഇട്ടേക്കുന്നത്. പിന്നെ നമ്മൾ സോക്ക് ചെയ്ത് സ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ബാസ്മതി അരി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പ് നോക്കുക, ആവശ്യമെങ്കിൽ ഉപ്പിട്ടാൽ മതി. പിന്നെ കവർ ചെയ്ത് നമുക്കൊരു 2 വിസിൽ ഹൈ ഫയറിനകത്ത്, എന്നിട്ട് ഒരു 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പ്രഷർ ഓട്ടോമാറ്റിക്കായിട്ട് പോയതിന് ശേഷം നമുക്കൊന്ന് തുറന്നാൽ മതി. അത്രയേ ഉള്ളൂ, നമ്മളുടെ ചെന്നൈ സ്റ്റൈൽ ബിരിയാണി കുക്കറിനകത്ത് റെഡിയാണ്. പിന്നെ എപ്പോഴും പറഞ്ഞത് തന്നെയാണ്, എവറിബഡി ക്യാൻ കുക്ക് ആൻഡ് എവറിബഡി ഹാസ് ടു കുക്ക്.